ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, ബെവ്കോ, LDC എന്നിവയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGS വരാനിരിക്കുകയാണല്ലോ, നിങ്ങൾക്കറിയാം കാര്യങ്ങൾ. എല്ലാവരും നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ സമയം കളയാതെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാം നമുക്ക്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായി ചുമതലയേറ്റത് ആരാണ്? 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായി ചുമതലയേറ്റത് ആരാണെന്ന് പറയാമോ? ആൻസർ കിട്ടിയോ? PT ഉഷയാണ് അല്ലേ? PT ഉഷയാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായിട്ട് ചുമതലയേറ്റത്. ഓക്കെ, ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഈ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അല്ലേ? നമുക്കറിയാം, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് അല്ലേ? 2030 കോമൺവെൽത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദാണ്. ഓക്കെ, ഇനി ഈ PT ഉഷ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് PT ഉഷ അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അവരാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷയായിട്ട് 2030 നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ അധ്യക്ഷയായിട്ട് ചുമതല ഏറ്റിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നറിയാമോ? കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 100ാം വാർഷികം അന്ന് ആഘോഷിക്കുകയാണ് അല്ലേ? കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 100ാം വാർഷികം കൂടിയാണ് 2030. നമുക്കറിയാം, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് അരങ്ങേറുന്നത് 1930 കാനഡയിലെ ഹാമിൽട്ടൺ എന്ന സ്ഥലത്താണ് അല്ലേ? കാനഡയിലെ ഹാമിൽട്ടണിൽ 1930 കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യ ഈ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് എത്രാം തവണയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് രണ്ടാം തവണയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് എവിടെ വെച്ചിട്ടുള്ള ഗെയിംസ് ആയിരുന്നു? ഡൽഹിയിൽ വെച്ചിട്ട് 2010 ഡൽഹിയിൽ വെച്ച് നടന്ന ഗെയിംസിനാണ് ആദ്യമായിട്ട് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് 2025 നവംബറിൽ ഗ്ലാസ്ഗോയിൽ നടന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയിലാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ നിർവഹണ ഏജൻസി അധ്യക്ഷയായി ചുമതലയേറ്റത് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യ രണ്ടാം തവണയാണ് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആദ്യം 2010 ഡൽഹിയിൽ നടന്ന ഗെയിംസിനാണ് ആദ്യമായിട്ട് ആതിഥേയത്വം വഹിച്ചത്. ഇത്രയും ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശില്പിയുമായിരുന്ന മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചതെന്നാണ്? മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചത് പറയാമോ? മാധവ് ഗാഡ്ഗിൽ എന്നാ അന്തരിച്ചത്? 2026 ജനുവരി 7 അല്ലേ? വിയോഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2026 ജനുവരി 7 പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ ശില്പിയുമായിരുന്ന മാധവ് ഗാഡ്ഗിൽ അന്തരിക്കുന്നത് അല്ലേ? ആധുനിക ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, എന്തെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? ആധുനിക ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? എന്നാണ് ജനിച്ചത്? 1942 മെയ് 24 പൂനെയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഓർത്ത് വെച്ചേക്കണം, മാധവ് ഗാഡ്ഗിൽ 1942 മെയ് 24 പൂനെയിൽ ജനിച്ചു. ഓക്കെ, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 31 വർഷം സേവനമനുഷ്ഠിക്കുകയും അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിക്കുകയും ചെയ്തു. എന്താണ്? ബംഗളൂരുവിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അവിടെ എത്ര വർഷമാണ്? 31 വർഷം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അവിടെ സെന്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസ് സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ പരിസ്ഥിതി വന മന്ത്രാലയം 2010 പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാനായിട്ട് ആരെ നിയമിക്കുന്നത്? മാധവ് ഗാഡ്ഗിലിനെ നിയമിക്കുന്നത്. ഓക്കെ, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ പരിസ്ഥിതി വനം മന്ത്രാലയം 2010 രൂപീകരിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? ഈ മാധവ് ഗാഡ്ഗിലായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2010 രൂപീകരിക്കുന്നു, അദ്ദേഹം അധ്യക്ഷനായി വരുന്നു. തൊട്ടടുത്ത വർഷം 2011 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നു അല്ലേ?
ഈ റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമഘട്ടത്തിന്റെ 75% പരിസ്ഥിതി ലോല മേഖലയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ആത്മകഥാപരമായ ഒരു രചനയുണ്ട് അദ്ദേഹത്തിന്റെ. ഏതാണ്? പശ്ചിമഘട്ടം ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലെ? പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ. എന്താണ്? പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ എന്നതാണ് ആരുടെ? നമ്മുടെ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ എന്ന് പറയുന്നത് അല്ലെ? ഇദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയ വർഷം 1981 പത്മഭൂഷൺ കിട്ടുന്നത് 2006 ഓർത്ത് വെച്ചേക്കണേ. പത്മശ്രീ കിട്ടുന്നത് 1981 പത്മഭൂഷൺ ആണെങ്കിൽ 2006 കിട്ടിയല്ലോ. ഇത് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ടൈലർ പ്രൈസ് 2015 കിട്ടിയിട്ടുണ്ട്. വോൾവോ എൻവയോൺമെന്റ് പ്രൈസ് 2003 കിട്ടി. ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 1986 അങ്ങനെ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. മനസ്സിലായല്ലോ? ടൈലർ പ്രൈസ് 2015, വോൾവോ എൻവയോൺമെന്റ് പ്രൈസ് 2003, ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം 1986. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പ്രോഗ്രാം അദ്ദേഹത്തെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകി ആദരിച്ചു. UNEP അല്ലേ? അദ്ദേഹത്തെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകി ഏത് വർഷം? 2024 ആദരിച്ചു എന്നും കൂടെ ഓർക്കുക. ഓക്കെ അല്ലേ? അപ്പൊ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണത്തിന് ശില്പിയുമായിരുന്ന മാധവ് ഗാഡ്ഗിൽ അന്തരിക്കുന്നത് 2026 ജനുവരി 7 ഓർക്കുക. 2026 ജനുവരി 7 അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിന് 2026 ജനുവരി 5 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്ത തീര സംരക്ഷണ സേനയുടെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? 2026 ജനുവരി 5 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്ത തീര സംരക്ഷണ സേനയുടെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? ആൻസർ കിട്ടിയോ? ICGS സമുദ്ര പ്രഹരിയാണോ? ICGS സാരംഗാണോ? ICGS സമർത്ഥാണോ? ICGS സമുദ്ര പ്രതാപാണോ? ആൻസർ കിട്ടിക്കാണോ നിങ്ങൾക്ക്? ഏതാടാ? അത് ICGS സമുദ്ര പ്രതാപാണ് അല്ലെ? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് എന്ന് പറയുന്നത് ഈ സമുദ്ര പ്രതാപ് അല്ലെ? ICGS സമുദ്ര പ്രതാപ് എന്ന് പറയുന്നത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? ICGS സമുദ്ര പ്രതാപാണ്. നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ കപ്പലാണ് ഈ സമുദ്രപ്രതാപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ കപ്പലാണ് ICGS സമുദ്രപ്രതാപ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 114.5 മീറ്റർ നീളവും വീതി അല്ലെങ്കിൽ ഭാരം എന്ന് പറയുന്നത് 4170 ടൺ ഭാരവുമാണ് ഈ കപ്പലിനുള്ളത്. 114.5 മീറ്റർ നീളം, ഏകദേശം 4170 ടൺ ഭാരമാണ് ഈ കപ്പലിനുള്ളത്. സമുദ്രത്തിലെ എണ്ണച്ചോർച്ച കണ്ടെത്താനും അത് നീക്കം ചെയ്യാനും ആവശ്യമായിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിലെ എണ്ണച്ചോർച്ച അതൊക്കെ കണ്ടെത്താനും അതെങ്ങനെ നീക്കം ചെയ്യാനും എന്നുള്ള അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ സമുദ്രപ്രതാപിലുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സമുദ്ര മലിനീകരണ നിയന്ത്രണം കൂടാതെ രക്ഷാപ്രവർത്തനങ്ങൾക്കും തീരദേശ സുരക്ഷയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റമുള്ള കോസ്റ്റ് ഗാർഡിന്റെ ആദ്യ കപ്പലും ഇതാണ് കേട്ടോ, സമുദ്രപ്രതാപാണ്. ഓർത്ത് വെച്ചേക്കണേ. ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റമുള്ള കോസ്റ്റ് ഗാർഡിന്റെ ആദ്യ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപാണ്. മലിനീകരണ വസ്തുക്കൾ പരിശോധിക്കാനുള്ള ലാബോറട്ടറി സൗകര്യവും കപ്പലിലുണ്ട്. എന്താടാ? മലിനീകരണ വസ്തുക്കൾ പരിശോധിക്കാനുള്ള ലാബോറട്ടറി സൗകര്യവും ഈ കപ്പലിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2026 ജനുവരി 5 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യുന്ന തീര സംരക്ഷണ സേനയുടെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് ICGS സമുദ്രപ്രതാപ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ കപ്പലാണിത്. ഓക്കെ. പിന്നെ എന്ത് പറയാം? ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റം ഉള്ള കോസ്റ്റ് ഗാർഡിന്റെ ആദ്യ കപ്പലും സമുദ്രപ്രതാപാണ്. ഓക്കെ അല്ലേ? കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയം ലളിതമാക്കാൻ UIADI പുറത്തിറക്കിയ ആധാറിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയം ലളിതമാക്കാൻ വേണ്ടിയിട്ട് UIADI പുറത്തിറക്കിയ ആധാറിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? പറയാമോ? ഏതാണ്? ഉദയ് ആണല്ലേ? ഉദയ് ആണ്. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ ലളിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI
ചെയർമാൻ നീലകണ്ഠ മിശ്ര 2026 ജനുവരിയിൽ തിരുവനന്തപുരത്ത് ഈ ചിഹ്നം പുറത്തിറക്കുന്നത്. അപ്പോൾ ആരാണ് ചിഹ്നം പുറത്തിറക്കിയത്? UIDAയുടെ ചെയർമാനായ നീലകണ്ഠ മിശ്രയാണ്. എന്നാണ്? 2026 ജനുവരിയിലാണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഓക്കെ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് തൃശ്ശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ് കേട്ടോ, അരുൺ ഗോകുല്. ഓക്കെ. എന്നാൽ ഈ പേര്, അതായത് ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഭോപ്പാൽ സ്വദേശിയായ റിയ ജെയിൻ ആണ് കേട്ടോ. ഭോപ്പാൽ സ്വദേശിയായിട്ടുള്ള റിയ ജെയിൻ ആണ് ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചത്. അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വിടർന്ന ചിരിയുള്ള ഒരു ചിഹ്നം എന്ന് പറയുന്നത് അതായത് വിടർന്ന ചിരിയുള്ള മനുഷ്യരൂപത്തിന് കഴുത്തിൽ ദേശീയ പതാകയുടെ നിറത്തിലുള്ള സ്കാർഫ്, തലയ്ക്ക് ചുറ്റുമുള്ള സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ആധാറിന്റെ വളർച്ചയെയും സുതാര്യതയെയും സൂചിപ്പിക്കുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ? വിടർന്ന ചിരിയുള്ള ഈ മനുഷ്യരൂപത്തിന് കഴുത്തില് ദേശീയ പതാകയുടെ നിറത്തിലുള്ള സ്കാർഫുണ്ട്. തലയ്ക്ക് ചുറ്റുമുള്ള സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ആധാറിന്റെ വളർച്ചയെയും സുതാര്യതയെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ UIDA സ്ഥാപിതമായത്, അതിന്റെ ഫുൾ നെയിം എന്താണ്? യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. സ്ഥാപിതമായത് എന്നാണ്? 2009 ജനുവരി 28 ഓർക്കുക കേട്ടോ. 2009 ജനുവരി 28 UIDA സ്ഥാപിതമാകുന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം കേട്ടോ, ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അപ്പോൾ ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയം ലളിതമാക്കാൻ UIDA പുറത്തിറക്കിയ ആധാറിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? ഉദയ് ആണ്. ആരാണിത് രൂപകൽപ്പന ചെയ്തത്? തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അരുൺ ഗോകുലാണ്. ആരാണ് ഈ പേര് നിർദ്ദേശിച്ചത്? റിയ ജെയിൻ ആണ്. ഭോപ്പാൽ സ്വദേശിയായിട്ടുള്ള റിയ ജെയിൻ ആണെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണേ. ഡൽഹിയിലെ കർത്തവ്യപഥ് വേദിയായ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിന് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? റിപ്പബ്ലിക് ഡേയുടെ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ക്വസ്റ്റ്യൻ ആണ്. ഡൽഹിയിലെ കർത്തവ്യപഥ വേദിയായിട്ടുള്ള 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ കേരളം നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചു അല്ലേ? അതിൽ എത്രാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത്? അറിയാമോ? 3ാം സ്ഥാനമായിരുന്നു അല്ലേ? എത്രാം സ്ഥാനമാണ്? 3ാം സ്ഥാനമാണ്. നമ്മുടെ കേരളത്തിലെ ടാബ്ലോയുടെ വിഷയം എന്തായിരുന്നു? ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും എന്നുള്ളതായിരുന്നു. എന്താണ് നമ്മുടെ കേരളത്തിലെ ടാബ്ലോയുടെ വിഷയം? എന്തായിരുന്നു? ഡിജിറ്റൽ സാക്ഷരത, കൊച്ചി സാക്ഷരതാ നേട്ടം, പിന്നെ കൊച്ചി വാട്ടർ മെട്രോ എന്നുള്ളതായിരുന്നു. 12 വർഷത്തിന് ശേഷമാണ് കേരളം റിപ്പബ്ലിക് ദിന പരേഡിൽ മെഡൽ പട്ടികയിൽ ഇടം നേടുന്നത്. എത്ര വർഷത്തിന് ശേഷമാണ്? 12 വർഷത്തിന് ശേഷമാണ്. ഇനി ടാബ്ലോയുടെ പ്രമേയം എന്തായിരുന്നു? സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നുള്ളതായിരുന്നു അല്ലേ? ടാബ്ലോയുടെ പ്രമേയം എന്തായിരുന്നു? സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നുള്ളതായിരുന്നു. ഇനി ഇതിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയായിരുന്നു? ഈ റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ മുഖ്യ അതിഥികൾ ആരൊക്കെയായിരുന്നു? നിങ്ങൾക്കറിയാം, യൂറോപ്യൻ യൂണിയന്റെ മുതിർന്ന നേതാക്കളായ ഉർസുല വോൺ ഡെർ ലെയ്നും അന്റോണിയോ കോസ്റ്റയുമായിരുന്നു അല്ലേ? അതിൽ ഉർസുല എന്ന് പറയുന്നത് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റുമായിരുന്നു അല്ലേ? ഇവരായിരുന്നു മുഖ്യ അതിഥികളായിട്ട് വന്നത്. എന്തായിരുന്നു ഈ വർഷത്തെ പ്രധാന പ്രമേയം? റിപ്പബ്ലിക് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് എന്തായിരുന്നു? വന്ദേ മാതരത്തിന്റെ 150 വർഷം എന്നുള്ളതായിരുന്നു. നമ്മുടെ 1875 അല്ലേ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം രചിച്ചതിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടായിരുന്നു ഇത്. അപ്പോൾ വന്ദേ മാതരത്തിന്റെ 150 വർഷം എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ പ്രധാന പ്രമേയം എന്ന് ഓർക്കുക. ഇനി ടാബ്ലോകളുടെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നുള്ളതായിരുന്നു. സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരം എന്നുള്ളതും സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നുള്ളതുമായിരുന്നു പരേഡിലെ ടാബ്ലോകളുടെ പ്രധാന ആശയങ്ങൾ. ടാബ്ലോയിൽ ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കായിരുന്നു. പ്രമേയം എന്തായിരുന്നു? ഗണേശോത്സവമായിരുന്നു അല്ലെ? ആത്മനിർഭരതയുടെ പ്രതീകം. ഗണേശോത്സവം ആത്മനിർഭരതയുടെ പ്രതീകം എന്നുള്ളതായിരുന്നു മഹാരാഷ്ട്രയുടെ പ്രമേയം. അപ്പോൾ രണ്ടാം സ്ഥാനമോ ജമ്മു കാശ്മീർ നേടിയെടുത്തു അല്ലേ? പ്രമേയം എന്തായിരുന്നു? ജമ്മു കാശ്മീരിലെ കരകൗശല വസ്തുക്കളും നാടൻ നൃത്തങ്ങളും എന്നുള്ളതായിരുന്നു. ജമ്മു കാശ്മീരിലെ കരകൗശല വസ്തുക്കളും നാടൻ നൃത്തങ്ങളും എന്ന ടാബ്ലോയ്ക്കാണ് രണ്ടാം സ്ഥാനം ജമ്മു കാശ്മീരിന് ലഭിച്ചത്. ഇനി ഇന്ത്യൻ ആർമി ആദ്യമായിട്ട് പരേഡിൽ ബാറ്റിൽ അറേ ഫോർമാറ്റ് അവതരിപ്പിച്ചു എന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യൻ ആർമി ആദ്യമായിട്ടാണ് പരേഡിൽ എന്താ അവതരിപ്പിക്കുന്നത്? ബാറ്റിൽ അറേ ഫോർമാറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഡൽഹിയിലെ കർത്തവ്യപഥ വേദിയായ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിന് എത്രാം സ്ഥാനമാണ്? 3ാം സ്ഥാനമാണ്. 12 വർഷത്തിന് ശേഷമാണ് കേരളം റിപ്പബ്ലിക് ദിന പരേഡിൽ മെഡൽ പട്ടികയിൽ ഇടം നേടുന്നതെന്ന് ഓർക്കുക.
എന്തായിരുന്നു ടാബ്ലോയുടെ പ്രമേയം? സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നുള്ളതായിരുന്നു ഓർക്കുക. നമ്മുടെ വിഷയം എന്തായിരുന്നു? ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ പ്രമേയം എന്തായിരുന്നു? വന്ദേമാതരത്തിൻ്റെ 150 വർഷം എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലേ? ടാബ്ലോയിൽ 1ാം സ്ഥാനം യഥാക്രമം മഹാരാഷ്ട്രയ്ക്കും 2ാം സ്ഥാനം ജമ്മു കാശ്മീർ, 3ാം സ്ഥാനം നമ്മുടെ കേരളത്തിനും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ്. ഇത്രയും കറണ്ട് അഫയേഴ്സ് എല്ലാവരും പഠിച്ച് സെറ്റായിട്ട് വരിക കേട്ടോ. ഓക്കെ, ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സുകളാണ് ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.